പ്രസവശേഷം നല്ലൊരു പോസ്റ്റ്നേറ്റൽ കെയർ അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പമ്പിൽ സ്ഥിതി ചെയ്യുന്ന ആയുർ പാർക്ക് വെൽനസ് ഹോസ്പിറ്റലിലാണ്. ആക്ച്വലി ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എന്റെ സിസ്റ്ററിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടെയായിരുന്നു. അവളുടെ ഡെലിവറിയുടെ മുന്നേ ഞങ്ങൾ കുറെ സെന്റേഴ്സ് പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങൾ ആയുർ പാർക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ പാർക്ക് ആക്സസ് ആണ്. ജസ്റ്റ് ഒരു ഗേറ്റ് കടന്നാൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഏരിയ ആണ് ഇവിടെ. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ചൂസ് ചെയ്തത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കാര്യത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയുർവേദ ഡോക്ടറുടെ സേവനവും ആയുർവേദിക് മെഡിസിൻസും പിന്നെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും എക്സ്പീരിയൻസ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളും അവരുടെ ട്രീറ്റ്മെന്റും പിന്നെ അമ്മയുടെയും കുഞ്ഞിന്റെയും ലോണ്ടറി സൗകര്യവും ഒക്കെ അവൈലബിൾ ആണ്. ഡെയിലി ഫുൾ ബോഡി മസാജ്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, അതുപോലെ തന്നെ ഹെയർ പാക്ക്, ഫേസ് പാക്ക്, പിന്നെ വിവിധതരം കിഴികളും ഇവിടെ അവൈലബിൾ ആണ്. ഡെലിവറിക്ക് ശേഷം ഓരോ ബോഡിക്ക് അനുസരിച്ചുള്ള ഡോക്ടേഴ്സിന്റെ സജഷൻ പ്രകാരമുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആയുർ പാക്ക് ചൂസ് ചെയ്യാം. ഇത് എക്സ്പീരിയൻസ് ചെയ്ത സിസ്റ്റർ ആണല്ലോ, അപ്പൊ നമുക്ക് അവളോട് തന്നെ അഭിപ്രായം ചോദിച്ചു നോക്കാം. ഞാൻ ജിഷ്ന, ഞാൻ മക്കരപറമ്പിൽ നിന്നാണ് വരുന്നത്. ആയുർ പാർക്ക് സെലക്ട് ചെയ്യാൻ കാരണം ഒന്നാമത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇവിടെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഈ പാർക്ക് ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തീരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നല്ല പ്രൊഫഷണൽ ആയ തെറാപ്പിസ്റ്റുകളൊക്കെയാണ് ഉള്ളത്. അവരെ മസാജസ് ഒക്കെ എനിക്ക് പെയിനൊക്കെ നല്ല റിലീഫ് ഉണ്ട്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല ഉഷാറാണ്. പിന്നെ ഡോക്ടറൊക്കെ വിസിറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എല്ലാത്തിലും. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഇവിടുത്തെ ഫുഡാണ്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്റെ പോസ്റ്റ്മോർട്ടം ജേർണിയിൽ വളരെ ഹെൽപ്ഫുൾ ആയത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഇവിടെ അമ്മയാണ്. എനിക്ക് നല്ല അഭിപ്രായമാണ്. ഇത് റിസോർട്ടിൽ നിൽക്കണ പോലെ തോന്നിയിട്ടുള്ളൂ. ഫുഡിനെ പറ്റിയായാലും സർവീസ് ആയാലും ഒക്കെ നല്ല അഭിപ്രായം. ചെറിയ കുട്ടികളായിട്ട് വരുന്ന ഫാമിലിക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ. പാർക്കും പൂളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ വൈകുന്നേരം കളിക്കാനൊക്കെ പോവുകയും ചെയ്യും. അവിടെ കുട്ടികളെ കൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ റൂംസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള 2 BHK അപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ AC, നോൺ AC സൗകര്യങ്ങളും അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ള 2 ബെഡ്റൂംസും ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചൺ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് റൂമിൽ നിന്നുള്ള ഈ പാർക്ക് വ്യൂ ആണ്. നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ഈ വ്യൂ നമുക്ക് നൽകുന്നത്. ഇത് ഇവിടുത്തെ ഡോക്ടറാണ്, ഡോക്ടർ ഷഫ്ല. സോ മാഡം, ആക്ച്വലി പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡ്യൂറേഷൻ വരുന്നത്? പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്നും പ്ലാസെന്റ റിമൂവ് ആയതിനു ശേഷം ഒരു 6 ആഴ്ച വരെ, ചിലയിടങ്ങളിൽ 8 ആഴ്ച വരെ എന്ന് പറയുന്നുണ്ട്. ആ ഡ്യൂറേഷനെയാണ് പോസ്റ്റ്മോർട്ടം പീരീഡ് അല്ലെങ്കിൽ പ്യൂപ്പറൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്നാണ് കുഞ്ഞിനുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസവശേഷം അമ്മ വളരെ ശോഷിക്കാനും ക്ഷീണിതയാവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രസവ ക്ലേശങ്ങൾ ഉണ്ടാവും. പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അമിതമായ രക്തസ്രാവം, ഇതുകൊണ്ടെല്ലാം ക്ഷീണിതയായിട്ടുള്ള അമ്മയിൽ നമ്മളൊരു പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരെങ്ങനെയാണ് പ്രീ പ്രഗ്നൻസി സ്റ്റേറ്റിൽ, അതായത് ഗർഭം ധരിക്കുന്നതിന് മുന്നേ എന്ത് ആരോഗ്യസ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്, ആ സ്ഥിതിയിലോട്ട് തിരിച്ചു കൊണ്ടുവരലാണ് പോസ്റ്റ്നാറ്റൽ കെയറിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഒരു അമ്മക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഇന്റേണലിയും എക്സ്റ്റേണലിയും ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണലി ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡൈജസ്റ്റീവ് ഫയർ ഒക്കെ ഇംപ്രൂവ് ആയതിനു ശേഷം നമ്മൾ കഷായംസ്, അരിഷ്ടംസ്, പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം ലേഹ്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ അമ്മമാരുടെ അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെ ശരീരം വെച്ചിട്ടും അവരുടെ അപ്പത്തെ കണ്ടീഷൻ വെച്ചിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് മെഡിസിൻസ് കൊടുക്കുന്നത്. പിന്നെ എക്സ്റ്റേണലി ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന എണ്ണ തേപ്പും വേദുകുളിയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അവർക്ക് ആ സമയത്തുള്ള ബുദ്ധിമുട്ട് നോക്കിയിട്ട് കിഴികളാണെങ്കിലും ധാരകളാണെങ്കിലും അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യും. എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കോമൺലി എല്ലായിടത്തും ഉള്ള പോലെയുള്ള തേപ്പ്, പിന്നെ വേദുകുളി, പിന്നെ ഓരോ കണ്ടീഷനിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നടുവേദന ഉള്ളവർക്കാണെങ്കിൽ കിഴികളാണെങ്കിലും ധാരകളാണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ കൺസൾട്ട് ചെയ്തതിനു ശേഷം അവരുടെ ശരീരത്തിന്റെ സാഹചര്യം നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കും. ഈ പ്രസവരക്ഷ കിറ്റുകളൊക്കെ ആക്ച്വലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, വീട്ടിൽ ചെയ്യാൻ അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിട്ടും ഈ പോസ്റ്റ്നേറ്റൽ കെയർ സെന്റർ സെലക്ട് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? പ്രസവശേഷം അമ്മയുടെ ശാരീരിക ആരോഗ്യത്തിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് മാനസികാരോഗ്യവും. അല്ലാത്തവരാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള കേസുകൾ ഒരുപാട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹെൽത്തി മെന്റൽ അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാം ആൻഡ് ക്വയറ്റ് അല്ലെങ്കിൽ ഒരു
വെൽനസ് സെന്റർ സെലക്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ ഇവിടെ അവരുടെ ഓരോ സമയത്തുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ നോക്കിയതിനു ശേഷം മാത്രമാണ് മരുന്നുകളും പുറമേയുള്ള ചികിത്സകളും നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതെല്ലാം അവരുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുന്നതിനെ വളരെയധികം സഹായിക്കും. ഇവിടെ അടിപൊളിയാണ്. ഞങ്ങൾ എന്ന് വൈകുന്നേരം പാർക്കിലും പോളിലും പോകും. ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ പോസ്റ്റ്നേറ്റൽ കെയർ അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആയുർ പാർക്ക് എന്തായാലും വിസിറ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ.